ഞാൻ കുറച്ച് 4-5 കളിക്കാരുടെ പേര് പറയാം. അപ്പൊ അത് എന്തായാലും അവരുടെ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണെന്നുള്ള സംഭവം. ഒന്ന് റോബിൻ സിംഗ്. ഓ മാൻ, എപ്പോഴും പിന്നെ ഇത് ഈ ഹെൽമെറ്റ് എനിക്ക് പുള്ളിയെ കാണുമ്പോൾ ബാക്കിയെല്ലാം ഉണ്ട്, ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ പുള്ളി പലപ്പോഴും പുള്ളി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഹെൽമെറ്റ് ഇല്ലാതെ പുള്ളി കളിക്കാൻ ഇറങ്ങും. പുള്ളി വീഴുന്നിടം വരെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പുള്ളി കളിച്ചുകൊണ്ടിരുന്നിട്ട് നല്ല 80 റൺസോ എപ്പോഴും പുള്ളിയുടെ സ്കോർ എനിക്ക് ഒന്ന് ഒരു 60 to 80 റൺസ് അടിക്കും. ഭയങ്കരമായിട്ട് പണിയെടുക്കും, ഓട് റൺസ് എടുക്കും, ഭയങ്കരമായിട്ട് ഓടും. ഭീകര ഫീൽഡറാണ് പുള്ളി. ഗ്രൗണ്ടിൽ നിന്ന് കയറുമ്പോൾ ഫുള്ള് ഡ്രസ്സൊക്കെ ചെളിയിൽ കുതിർന്നിട്ടുള്ള ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര നമ്മൾ ആ സമയത്ത് കളി കാണുന്നവർക്ക് മാത്രം ഓർമ്മയുള്ള പേരാന്ന് തോന്നുന്നു. അല്ലാതെ റോബിൻ സിംഗിനെ പറ്റി പിന്നീട് എവിടെ അതിങ്ങനെ വല്ലാണ്ടൊന്നും കളി ഇപ്പം നമുക്കറിയാവുന്നുണ്ട്. ഇപ്പൊ ചോദിക്കാൻ കാരണം തന്നെ താങ്കൾ അത്രയും ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയുന്നില്ല ഈ ഒരു പ്ലെയറിനെ അല്ലേ. പുള്ളി കളിച്ചിട്ട് ഏതോ ഒരു മാച്ച് ഭയങ്കര കളിച്ചിട്ട് പുള്ളി ഫീൽഡിങ്ങും ചെയ്തു, കുറെ റൺ ചെയ്തിട്ട് നേരെ പോയി ഗ്രൗണ്ടിന് വെളിയിൽ പോയി പുള്ളി വൊമിറ്റ് ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് കളിക്കുന്ന ഒരു പ്ലെയറായിട്ട് ക്രിക്കറ്റ് പ്ലെയർ. മുമ്പ് 98 മറ്റേ കനിത്കറൊക്കെ ഒരു 4 അടിച്ച് ജയിപ്പിച്ചൊരു കളി ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു ധാക്കയിലുള്ള അന്ന് റോബിൻ സിംഗും അജയ് ജഡേജയൊക്കെ കൂടിയിട്ടുള്ള ഒരു സഖ്യമൊക്കെ ഉണ്ടായിരുന്നു. അജയ് ജഡേജ വേറെ അവര് ശരിക്കും ആ സമയത്തുള്ള പ്ലേയേഴ്സ്. ക്രിസ് ഗെയിൽ മാൻ 6 അടിക്ക് വിഷൻ അല്ലേ. 90 ഏറ്റവും കൂടുതൽ പുള്ളിക്കാരനാ. വേറെ മീറ്ററാണ്, വേറെ സ്വൈസ് മനുഷ്യൻ. ചുമ്മാ ഒരു സാധനം ഒരു തോണ്ടി അപ്പുറം സിക്സാ ഇല്ലേ. ഗെയിലിനെ കുറിച്ച് ഓർമ്മയ്ക്ക് പെട്ടെന്ന് വരുന്ന ഏതെങ്കിലും ഇന്നിങ്സ് ഓർമ്മയുണ്ടോ? IPL കളിച്ചിട്ടുണ്ട് പുള്ളി. ഒരു 175 അടിച്ചിട്ടുണ്ട്. എത്ര ബോളെല്ലാം കണ്ടു, ഭയങ്കര കുറവില്ല. ചുമ്മാ വന്നിട്ട് ചെറു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് എടുത്തിരുന്നല്ല പുള്ളി ബാറ്റിംഗ് വന്നിങ്ങനെ ചുമ്മാ തോണ്ടി വിടാ. ഭയങ്കര പ്ലെയറാ. ഭയങ്കര ചില്ലാണ്. അതായത് കരീബിയൻ മോഡ് ചുമ്മാ കളിക്കാൻ വന്നാലും പുള്ളി ക്യാച്ച് എടുത്താലും ഡാൻസ് കളിക്കുക. ഓപ്പോസിറ്റ് ഭയങ്കര ഫൺ മേക്കറാ പുള്ളി. അടിപൊളി, ഭയങ്കര പോസിറ്റീവാ. അതുപോലെ കെവിൻ പീറ്റേഴ്സൺ, ടോൾ ഗായ്, സൗത്ത് ആഫ്രിക്കൻ ബോണാണ്, ഇംഗ്ലണ്ട് പ്ലെയർ. ഇന്ന് ആ സമയത്തുള്ളതിൽ ഏറ്റവും ഹൈറ്റ് ഉള്ളതും കാണാൻ സുന്ദരനും കിടിലൻ പ്ലെയറും ഇൻസമാം ഉൽ ഹക്ക്. പിന്നല്ല, ഇൻസമാം ഉൽ ഹക്ക് നമ്മളെ പേടിപ്പിച്ചിട്ടുള്ള പ്ലെയറാണ്. പക്ഷെ ഭയങ്കര എനിക്ക് നമ്മൾ ഈ മീഡിയക്കാരങ്ങനെ ആക്കിയാന്ന് തോന്നുന്നു. പുള്ളി ഭയങ്കര ചില്ല് മനുഷ്യനാണ്. നേരെ വന്നിട്ട് പുള്ളിയുടെ ഒരു വിവാദമുണ്ട്. നമ്മള് ഇന്ത്യക്കാരുടെ ഇരുന്നിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഒരു ബോൾ എടുത്ത് പുള്ളി ബാറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. ബോൾ എടുത്ത് പുള്ളി ഇങ്ങനെ വീണ്ടും വെച്ചു എറിയുന്നതാ. അതിന് ആക്ച്വലി അത് നമ്മളെ ഇന്ത്യക്കാരെ അപ്പീൽ ചെയ്തു, അമ്പയർമാർ ഔട്ടും കൊടുത്തു. അതായത് പുള്ളി ആ ബോള് മറ്റേ മിഡോണിലേക്ക് അടിച്ചു. അപ്പൊ റെയിനാണ് അവിടെ ഫീൽഡ് ചെയ്യുന്നത്. റെയിനെ പന്തറിഞ്ഞ് എടുത്തപ്പോ പുള്ളി ഓടുന്നില്ല, ഫോളോ ത്രൂവിൽ തന്നെ ഡിഫെൻഡ് ചെയ്തു. നമ്മളത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ പ്ലെയർ ആയതുകൊണ്ടും നമുക്ക് പാകിസ്ഥാൻ അറിയാലോ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ അവരോട്. അതുകൊണ്ട് മാത്രമാണ് പുള്ളി അങ്ങനെ നമ്മളങ്ങനെ ക്രൂശിച്ചത്. ശരിക്കും പുള്ളി അത് കഴിഞ്ഞിട്ട് ഈ അടുത്തം കണ്ട് എവിടെയോ ഞാൻ വായിച്ചതാ, ആ ബോൾ വന്നപ്പോ നിങ്ങൾ എന്തിനാണ് അതങ്ങനെ ചെയ്തത്, അത് ചെയ്ത തെറ്റല്ലേ. അവള് പറഞ്ഞു ഇങ്ങനെ വരുന്ന ബോളുകൾ എനിക്ക് തടുക്കാൻ മാത്രമേ അറിയുള്ളൂ, അതിന് ഔട്ടാവോ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ എന്റെ ഒരു സെൻസില്ലാത്ത അങ്ങനെ ചിന്തിച്ചില്ല. പുള്ളി അത് വളരെ നോർമലി ചെയ്തതല്ല. പുള്ളി ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ അറിയാം ഔട്ടായിരിക്കാൻ പറ്റില്ല. പുള്ളി അവിടെ നിന്ന് ചുമ്മാ ഒരു രസം ചെയ്താ. ഇവർ അപ്പീൽ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നല്ല പ്ലെയർ ആയിരുന്നു. പാകിസ്ഥാനെ ഒരുപാട് കളി ഇന്ത്യക്കെതിരെ ജയിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ. നല്ലൊരു ക്യാപ്റ്റൻ, ഭയങ്കര വലിയ ബഹളമൊന്നും ഇല്ലാത്ത പുള്ളി. ഒരുപാട് കളിയാക്കി ഒരുപാട് ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി നല്ല പ്ലെയർ ആയിരുന്നു, അടിപൊളി പ്ലെയർ ആയിരുന്നു.